നമസ്കാരം, സുബിലാലാണ്. എല്ലാ ബിസിനസ് കാറ്റഗറികളിലും ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവർ പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്നവരായിരിക്കും. എല്ലാ ബിസിനസ് ഓണേഴ്സും ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗിന് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്. എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഒരു സർവീസിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഈ കോമ്പറ്റീറ്റേഴ്സ് ആ ഒരു ബിസിനസ് കാറ്റഗറിയിൽ തന്നെ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റർ എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത് ഫേസ്ബുക്കിൽ മാർക്കറ്റിംഗിന് വേണ്ടി എന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇത് അറിയുന്നതിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ അറിയാതെ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോയാൽ നമ്മൾ ചിന്തിക്കാത്ത ഒരു സ്ട്രാറ്റജി നമ്മുടെ കോമ്പറ്റീറ്റർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് നമുക്ക് കോപ്പി അടിക്കാനല്ല, പക്ഷെ അതിൽ നിന്ന് ഇൻസൈറ്റ്സ് എടുത്തിട്ട് നമുക്ക് നല്ല നല്ല മറ്റൊരു ക്യാമ്പയിൻസ് കൊണ്ടുവരാനും റീഇൻവെന്റിംഗ് ദ എൻറ്റയർ വീൽ എന്ന പ്രോസസ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാനും നമുക്ക് നല്ല രീതിയിൽ പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്യാമ്പയിൻസ് കൊണ്ടുവരാനും സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കോമ്പറ്റീറ്ററിന്റെ ഫേസ്ബുക്ക് ആഡ്സ് സ്ട്രാറ്റജീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ തന്ത്രമാണ്. എക്സൈറ്റഡ്? വാച്ച് ഓൺ, ലെറ്റ്സ് സീ. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയിട്ട് ഫേസ്ബുക്ക് ആഡ് ലൈബ്രറി എന്ന് സെർച്ച് ചെയ്യാം. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ വരുന്ന റിസൾട്ട് ആഡ് ലൈബ്രറി ആയിരിക്കും. ക്ലിക്ക് ഓൺ ഇറ്റ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല പരസ്യങ്ങളും കാണാനുള്ള അവസരം നിങ്ങൾക്ക് ഫേസ്ബുക്ക് നൽകുന്നുണ്ട്. ഇവിടെ കൺട്രി സെലക്ട് ചെയ്യുന്നു, ഇന്ത്യയാണ്. പരസ്യ വിഭാഗം ചോദിക്കുന്നുണ്ട്. ഇതിപ്പോ ഞാൻ കേരളത്തിൽ ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനകത്തുള്ള എല്ലാ കണ്ടന്റും മലയാളത്തിൽ വന്നിരിക്കുന്നത്. എല്ലാ പരസ്യങ്ങളും എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വലതുവശത്ത് നിങ്ങളുടെ കോമ്പറ്റീറ്ററിന്റെ പേര് ടൈപ്പ് ചെയ്യുക. ഓക്കെ, സോ ഇപ്പൊ ഞങ്ങൾ ഡെയിലി സ്കിൽസ് ഒരു ഇ ലേണിംഗ് ബിസിനസ് ആണ്, ഒരു ഇ ലേണിംഗ് കാറ്റഗറിയിലുള്ള ബിസിനസ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു വലിയൊരു കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ബിഗ് ക്ലാസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. വളരെ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുള്ള വളരെ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. വളരെയധികം ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുള്ള വളരെ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യ ബേസ്ഡ് ആണ്. അപ്പൊ ഇവർ എന്തെല്ലാം പരസ്യങ്ങൾ ഇപ്പോൾ റൺ ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ബിഗ് ക്ലാസ് എന്നിവിടെ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫേസ്ബുക്ക് സജഷൻസ് തരുന്നുണ്ട്. ബിഗ് ക്ലാസിന്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കാണിക്കുന്നത് അവരുടെ ഇൻസ്റ്റാഗ്രാം ആൻഡ് FB പേജുകളുടെ ലിങ്ക് എല്ലാം കാണിച്ചിട്ടുണ്ട്. സോ അപ്പോൾ ഞാൻ ആദ്യം ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ ബിഗ് ക്ലാസിന്റെ ഫേസ്ബുക്ക് ആഡ്സ് ലൈബ്രറി വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 20,573 ലൈക്കുകളാണ് അവർക്ക് ഫേസ്ബുക്കിലുള്ളത്. കൂടാതെ 91,615 പേര് അവരെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിന് വലതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ പേജ് സുതാര്യത, പേജ് ട്രാൻസ്പെറൻസി കാണിക്കുന്നുണ്ട്. 2020 ഏപ്രിൽ 1-ാം തീയതിയാണ് ബിഗ് ക്ലാസ് അവരുടെ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പേജിന്റെ പേരതിന് ശേഷം അവർ മാറ്റിയിട്ടില്ല. ഈ പേജ് നിയന്ത്രിക്കുന്ന ആളുകളുടെ എണ്ണം വെരി എക്സൈറ്റഡ്, റൈറ്റ്? 21 പേര് ഇന്ത്യയിൽ നിന്ന് ഇവരുടെ പേജിന്റെ അഡ്മിൻസ് ആയിട്ടുണ്ട്, പേജിന്റെ മോഡറേറ്റേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കോമ്പറ്റീറ്ററിന്റെ ഒരു പേജ് എത്ര പേര് മാനേജ് ചെയ്യുന്നു എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ അറിയാനായിട്ട് സാധിക്കും. അത് ഇന്ത്യയിൽ നിന്നാണ്. ഒരുപക്ഷെ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം ആണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് മോഡറേറ്റേഴ്സ് ഉണ്ടാകും. ഇപ്പൊ ഇവര് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും ഇന്ത്യയിലാണ്. ഓക്കെ, ഇനി താഴേക്ക് വരുമ്പോൾ സജീവമായിട്ട് റൺ ചെയ്യുന്ന പരസ്യങ്ങളുടെ ഒരു ലൈബ്രറിയാണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ബിഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ്. ബെല്ലി ഡാൻസിന്റെ ഒരു ആഡ് റൺ ചെയ്യുന്നുണ്ട്. 99 റുപ്പീസിന്റെ ബെല്ലി ഡാൻസിന്റെ ബുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ആഡ് റൺ ചെയ്യുന്നുണ്ട്. ഇനി താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 2021 ഓഗസ്റ്റ് മാസത്തിൽ അവർ തുടങ്ങിയിട്ടുള്ള പരസ്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ പരസ്യത്തിലും അവർ കൊടുത്തിരിക്കുന്ന ക്രിയേറ്റീവ്സും കണ്ടന്റും നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ഇതേ ഇൻഡസ്ട്രിയിൽ നിന്ന് നിങ്ങളുടെ അതേ ടാർഗറ്റ് ഓഡിയൻസിന്റെ അടുത്തേക്ക് പെയ്ഡ് ക്യാമ്പയിൻസ് ചെയ്യുന്നത് എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, എന്ത് കണ്ടന്റ് ആണ് കൊടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും ഈ ഫേസ്ബുക്ക് ആഡ്സ് ലൈബ്രറിയിലൂടെ. ഇനി നിങ്ങൾ താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആഡ്സ് അവർ റൺ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കും ഇവരെന്താണ് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ ഇവിടെ കൂടുതൽ അറിയുക എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് എങ്ങോട്ടാണ് ട്രാഫിക് ഡ്രൈവ് ചെയ്യുന്നത് എന്ന് നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നുണ്ട്. അവരുടെ വെബ്സൈറ്റിലേക്കാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പരസ്യങ്ങൾ അവർ റൺ ചെയ്യുന്നത് കൊണ്ടും എല്ലാ പരസ്യങ്ങളും മിനിമം ഒരു ദിവസം 1000 രൂപയ്ക്കെങ്കിലും റൺ ചെയ്യുന്നുണ്ടായിരിക്കും. ഒരുപാട് പരസ്യങ്ങൾ ലൈവായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഇനി നിങ്ങൾ ഒന്നും കൂടെ താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ആഡ്സ് ഉണ്ട്, അതുപോലെ ഇമേജ് ഓൺലി ആഡ്സ് ഉണ്ട്. ഇനി മുകളിൽ നമുക്ക് ഫിൽറ്റേഴ്സ് ഉണ്ട്. ഫിൽറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഓഡിയൻസ് നെറ്റ്വർക്ക്, മെസ്സഞ്ചർ, അങ്ങനെ ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസിനെ വെച്ചിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും.
ഇപ്പോൾ ഫേസ്ബുക്കിൽ മാത്രം പോകുന്ന പരസ്യങ്ങൾ നമുക്ക് ഫിൽട്ടർ ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ മാത്രം പോകുന്ന പരസ്യങ്ങൾ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ വീഡിയോ ആഡ്സ്, വീഡിയോ വെച്ചിട്ടുള്ള മീഡിയ ആയിട്ട് വെച്ചിട്ടുള്ള ആഡ്സ് നമുക്ക് ഫിൽട്ടർ ചെയ്യാം. അതുപോലെ ചിത്രങ്ങൾ, അതായത് ഇമേജസ് മാത്രമായിട്ടുള്ള നമുക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇംപ്രഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് ഇതിലൂടെ അവർ ഏതെല്ലാം ടൈപ്പ് ക്യാമ്പയിൻസ് ആണ് ചെയ്യുന്നത്, എത്ര ഇംപ്രഷൻസ് വരുന്നുണ്ട്, ഇതെല്ലാം നമുക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കും. ഇനി ഇത് കൂടാതെ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ട വെബ്സൈറ്റ് സിമിലർ വെബ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്, similarweb.com. അപ്പൊ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീറ്ററിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക് എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാനിവിടെ ബിഗ് ക്ലാസിന്റെ തന്നെ സിമിലർ വെബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ അവരുടെ റിപ്പോർട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ കാണാം ഗ്ലോബൽ റാങ്കിങ് ഓഫ് ദ വെബ്സൈറ്റ് ബിഗ് ക്ലാസിന്റെ 1,13,907 എന്ന് പറയുന്ന റാങ്ക് ആണ്. ഇച്ചിരി ബാഡ് റാങ്ക്. ഗ്ലോബലി നോക്കുമ്പോൾ നല്ല റാങ്കിങ് തന്നെയാണ്. ഇന്ത്യയിൽ 6,648 ഇവരുടെ റാങ്കിങ്, അതും നല്ല റാങ്കിങ് തന്നെയാണ്. കാറ്റഗറിയിൽ 49 ആണ്, 48 ആയിരുന്നു ഇന്നലെ, ഇന്ന് 49 ആയിട്ടുണ്ട്. പക്ഷേ എങ്കിലും അത് നല്ല റാങ്കിങ് തന്നെയാണ്. ഓക്കെ, ട്രാഫിക് ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു മാസത്തെ ട്രാഫിക് ഓവർവ്യൂ അപ്രോക്സിമേറ്റ്ലി 4,89,820 ആണ് ഇവരുടെ ഒരു മാസത്തെ ഇവരുടെ ട്രാഫിക് ഇവരുടെ വെബ്സൈറ്റിലേക്ക് വരുന്നത്. അതിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ അവർ ഫേസ്ബുക്ക് നമുക്ക് ഈ സിമിലർ വെബ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കഴിഞ്ഞ 6 മാസത്തെ ഗ്രാഫ് ഇവിടെ കാണാം. ഇനി ട്രാഫിക് സോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീജിയൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നാണ് അവരുടെ 96% ട്രാഫിക് വരുന്നത്. അപ്പോൾ ഇത് ഇന്ത്യ ബേസ്ഡ് കമ്പനിയാണ്, ഇന്ത്യൻ കോഴ്സസ് ആണ്, ഇന്ത്യയിൽ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതിന്റെ ഒരു റിസൾട്ട് ആണത്. ഇനി താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഡയറക്റ്റ് ട്രാഫിക് വരുന്നത് 56.3% ആണ്. വിച്ച് മീൻസ് ഇവരുടെ ഓഫ്ലൈൻ ക്യാമ്പയിൻസിലൂടെ പരസ്യങ്ങളിലൂടെ എല്ലാം ഇവർക്ക് സെർച്ച് വരുന്നുണ്ട്, ഇവർക്ക് ഡയറക്റ്റ് ടൈപ്പ് വരുന്നുണ്ട്, bitclass.live എന്ന് പറയുന്ന URL ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഡയറക്റ്റ് ട്രാഫിക് ആണ് കൂടുതൽ. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇവർക്ക് ഗൂഗിൾ സെർച്ച് കൂടുതലാണ്, സോഷ്യൽ മീഡിയ കൂടുതലാണ്. ഇപ്പോൾ ഈ സെർച്ചിനേക്കാളും കൂടുതൽ സോഷ്യൽ മീഡിയ ആയിരുന്നു. എങ്കിലും ഇപ്പോൾ റീസെന്റ് ഇവരുടെ ഈ അപ്ഡേറ്റ് ആയിരിക്കുന്നതിൽ സെർച്ച് നല്ലോണം വന്നിട്ടുണ്ട്. ബിഗ് ക്ലാസിനെ കുറിച്ച് കൂടുതൽ പേര് സെർച്ച് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ഇനി നിങ്ങൾ ഇനിയും താഴേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇവർക്ക് വരുന്ന ട്രാഫിക്കിന്റെ ഭൂരിഭാഗവും 66% ഫേസ്ബുക്ക് ആണ്. ഇത് ഇന്നലെ 73% ഇന്നത് 66 മാറിയിട്ടുണ്ട്. അത് ഈ മന്ത് അപ്ഡേറ്റ് വന്നതിന്റെ ആയിരിക്കും. അപ്പോൾ ഈ ഫേസ്ബുക്ക് മാത്രം ഡ്രൈവ് ചെയ്യുന്ന 66.73% ഓഫ് ദി ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ട്രാഫിക്കിന്റെ ഈ 66% നമ്മൾ ഈ കാണുന്ന ട്രാഫിക് ഇവർ കൊണ്ടുവരുന്നത് തൊട്ട് മുൻപ് നമ്മൾ കണ്ട ഈ പരസ്യ ലൈബ്രറിയിലെ ഫേസ്ബുക്ക് ആഡ്സ് ലൈബ്രറിയിലെ ഈ പരസ്യങ്ങളിലൂടെയാണ്. അപ്പൊ അത്രയും ട്രാഫിക് അവർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, അതായത് 14% ഓഫ് 4 lakh എന്ന് പറയുമ്പോൾ അത്രയും ട്രാഫിക് അവർ കൊണ്ടുവരാനായിട്ട് അത്രയും അവർ ആഡിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീറ്ററിന്റെ ആഡ്സ് സ്ട്രാറ്റജി അറിയാനായിട്ട് സാധിക്കും. ഇനി ഇത് കൂടാതെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിന്റെ പിന്നിൽ ഇൻസൈറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാച്ച് എ പേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ സെറ്റിംഗ്സിൽ പോവുക, അവിടെ ഇൻസൈറ്റ്സ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇൻസൈറ്റ്സിൽ വാച്ച് എ പേജ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ കോമ്പറ്റീറ്ററിന്റെ പേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ റെഗുലർ ആയിട്ട് എല്ലാ ആഴ്ചയിലും അവിടെ വരുന്ന റീച്ച്, ലൈക്ക്, ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ സീരിയസ്ലി ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫേസ്ബുക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഡു ചെക്ക് ദിസ് ഔട്ട്. ആഡ്സ് ലൈബ്രറി, സിമിലർ വെബ് ആൻഡ് വാച്ച് എ പേജ്. സോ ഇതുപോലുള്ള അടിപൊളി ടിപ്സ് നിങ്ങളുടെ ബിസിനസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡു ഫോളോ us ഡെയിലി സ്കിൽസ് ആൻഡ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് സുബിരാജ് സൈനിങ് ഓഫ്. വിൽ ജോയിൻ യു വിത്ത് മോർ വീഡിയോസ് ആൻഡ് താങ്ക് യു.